ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ആറ്റിങ്ങിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നേരത്തെ തന്നെ ചേച്ചിയുടെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ആറ്റിങ്ങെ പോയി ഒന്ന് ഫുഡ് കഴിക്കാം, ചേട്ടൻ ഒരിടത്തും പോകരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, നീ എപ്പോഴാണ് വരുന്നത്? ഞാനൊരു 5 മണിയാകുമ്പോൾ വരാൻ ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേടാ, നമുക്കൊന്ന് ആറ്റിങ്ങെ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അടിച്ച് പൊളിച്ച് വൈബായിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ റോഡിൻ്റെ സുരക്ഷ നോക്കിയൊക്കെയാണ് പോകുന്നത്. നമ്മളെ വലിയ അടിച്ച് പൊളിയൊന്നുമല്ല, സൈഡ് ഒതുങ്ങിയാണ് പോകുന്നത്. എന്ന് വെച്ചാൽ എതിരെ പാണ്ടി ലോറി വരുമെന്ന് എനിക്കും അറിയാം, അവനും അറിയാം. അതുകൊണ്ട് നമ്മൾ പയ്യെ ഒതുങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടി അടിച്ചു പൊളി. എന്ത് രസമാണെന്ന് പറയാം നമുക്ക് ഈ നൈറ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യാനെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ പാടി നമ്മളെ കൂടെ ഒരു ആളും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, എന്ത് സൂപ്പറായിട്ട് ഇങ്ങനെ നമ്മൾ ലൈറ്റൊക്കെ കണ്ട് എതിരെ വരുന്ന വണ്ടികളെ നമ്മളെ നോക്കുന്നു, അവരെ നമ്മളെ നോക്കുന്നു. അങ്ങനെ നമ്മൾ ഇപ്പോൾ പൂവമ്പാറ എത്തിയിട്ടുണ്ട്. പൂവമ്പാറ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കായലാണ് കേട്ടോ. എന്ന് വെച്ചാൽ റോഡിൻ്റെ അടിയിൽ കായലാണ്. അപ്പോൾ അവിടെ ഒരു പാലമൊക്കെ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ പണ്ട് കാലത്ത് ഞാൻ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല, അതിനെക്കുറിച്ച് എനിക്ക് ഒരു ധാരണയില്ല. അങ്ങനെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ സിഗ്നലൊക്കെ ഓഫാണ്. നമ്മൾ നോർമലി സ്പീഡിലൊക്കെയാണ് പോകുന്നത് കേട്ടോ. എപ്പോഴും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും രാത്രി കാലങ്ങളിൽ സ്പീഡ് കൂട്ടി പോകരുത്. കാരണം എന്ന് വെച്ചാൽ എതിരെ വരുന്ന ആ വണ്ടിക്കാർ അല്ലെങ്കിൽ ഉറങ്ങുകയോ അല്ലെങ്കിൽ അവർ കൺട്രോൾ ഇല്ലാതെയൊക്കെ ആയിരിക്കും വരുന്നത്. ഒരു കാരണവശാലും സ്പീഡ് കൂട്ടി പോകരുത്. എപ്പോഴും നമ്മൾ സുരക്ഷിതമായിട്ട് മാത്രമേ വണ്ടി ഓടിക്കാവൂ. വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലൈസൻസ് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. വണ്ടിയുടെ RC ബുക്ക്, പിന്നെ ടാക്സ്, പൊല്യൂഷനൊക്കെ നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി റോഡിൽ ഇറക്കാനുള്ള അവകാശമുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ കെയർ ചെയ്ത് വണ്ടി ഓടിക്കുക. എന്ന് വെച്ചാൽ നമ്മളൊരു പോലീസ് പിടിച്ചാലോ എന്തെങ്കിലും ട്രാഫിക് ഫൈൻ ഇട്ടാലോ നമുക്കത് നഷ്ടമായിട്ടേ വരുള്ളൂ. അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും കയ്യിലുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ശരവണയിലെത്തിയിരിക്കുകയാണ്. ഇന്ന് ഇവിടെ നിന്ന് അടിപൊളി മസാല ദോശയും കോഫിയും കുടിക്കാനെന്നുള്ള പ്ലാനിലാണ്. എന്തായാലും ചേച്ചിയുടെ മോനും കൂടെ ഉണ്ട്. ഇന്ന് നമ്മൾ അടിച്ച് പൊളിക്കും. അങ്ങനെ അവിടുത്തെ ചേട്ടൻ വന്നിട്ട് ചോദിച്ചു എന്തൊക്കെ വേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 മസാല ദോശ, 2 വട, 2 കോഫി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഓക്കെ ഇപ്പം തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പെട്ടെന്ന് കൊണ്ടുവന്നു. നമ്മൾ ഫുഡ് എടുത്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ടേസ്റ്റാണെന്ന് അറിയാം. കൂടെ ഒരാളുകളുണ്ടെങ്കിൽ നല്ല ഭയങ്കര വൈബാണ് കേട്ടോ. അടിച്ച് പൊളിക്കാൻ നമ്മൾ. അങ്ങനെ നമ്മൾ ശരവണയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിയുടെ മോൻ പറഞ്ഞു നമുക്കൊരു മൊജിറ്റോ കുടിച്ചാൽ എന്താന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ആ സാധനമെന്ന്. എനിക്ക് അറിയില്ല കേട്ടോ, സത്യത്തിൽ എനിക്കറിയില്ല. ഞാൻ നാണക്കേടെന്ന് കരുതിയിട്ടില്ല, എനിക്ക് അറിയില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞു. ചേട്ടാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അവനും കൂടെ ആ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം എന്നോട് പറഞ്ഞു ചേട്ടാ ഇവിടെ കിട്ടുമോ? ഞാൻ പറഞ്ഞു എന്താ ആറ്റിക്ക് കിട്ടാത്ത എന്താ സാധനമാണെന്ന് ചോദിച്ചു. നമുക്ക് ശരി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മൊജിറ്റയും തപ്പി ഇറങ്ങി. അങ്ങനെ നമ്മൾ മൊജിറ്റയും തപ്പി ഇറങ്ങി കേട്ടോ. അങ്ങനെ ലാസ്റ്റ് മൊജിറ്റോ കിട്ടി. എനിക്ക് ആ പേര് പറയുമ്പോൾ തന്നെ ചിരി വരുന്നു. ഈ ഡ്രിങ്ക്സിനൊക്കെ ഇങ്ങനത്തെ പേരെങ്ങനെ കിട്ടിയെന്ന് തന്നെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ചേച്ചിയുടെ മോന് ഒരു സ്ട്രോബെറിയും പറഞ്ഞു, ഞാനൊരു ഓറഞ്ചും പറഞ്ഞു. അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനും അവന് കുടിച്ചപ്പോൾ തന്നെ അത് മാറിപ്പോയായിരുന്നു കേട്ടോ. എനിക്കതിൻ്റെ കളർ കണ്ടിട്ട് മനസ്സിലായില്ല. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ചെയ്ത് ടേസ്റ്റൊക്കെ നോക്കി. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഫസ്റ്റ് കാണുന്നതാണ് കേട്ടോ. എനിക്ക് അറിയില്ല ഇതെന്താ സാധനം എന്നുള്ളത്. അങ്ങനെ മൊജിറ്റൊക്കെ കുടിച്ചിട്ട് നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. നേരെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു കാര്യത്തിൽ മാത്രം സന്തോഷമുണ്ട്. KSEBക്കാർ അവർ പോസ്റ്റിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ്. നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് അടിച്ച് പോയാൽ സ്ട്രീറ്റ് ലൈറ്റിലെങ്കിലും നമുക്ക് വീട്ടിൽ ചെല്ലാമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. ഞാൻ പൊക്കി പറയുകയൊന്നുമല്ല എൻ്റെ സ്ഥലത്തെക്കുറിച്ച്. എന്നുവെച്ചാൽ ഒരു വയനാട്, ഇടുക്കി പോലെയുള്ളൊരു സ്ഥലമാണ്. മലയോര പ്രദേശം എന്നൊക്കെ കേട്ടിട്ടില്ല, അതുപോലൊരു സ്ഥലമാണ് എൻ്റെ വീട് ഇരിക്കുന്നത്. ഒരു പ്രത്യേക വൈബാണ്. എൻ്റെ അവിടുത്തെ നാട്ടുകാരൊക്കെ നല്ല ആൾക്കാരാണ്, നല്ലവരാണ്. എന്നുവെച്ചാൽ നല്ല സ്നേഹമുള്ളവരൊക്കെയാണ്. എന്നുവെച്ചാൽ മനുഷ്യരിൽ എല്ലാവരും കാണും, നല്ലവരും ചീത്തവരൊക്കെ കാണും. പക്ഷെ ഞാൻ കണ്ടവരൊക്കെ നല്ല മനുഷ്യരാണ്. അങ്ങനെ നമ്മളെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു പ്രത്യേക രസമാണ്. എൻ്റെ വീട്ടിലോട്ട് കയറി പോകുമ്പോഴും തന്നെ തണുപ്പ് അനുഭവിക്കുന്നുണ്ട്, നല്ല തണുപ്പ് അടിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു വീടെന്ന് പറഞ്ഞാൽ ഊട്ടി പോലെ ഒരു ഏരിയയാണ്. റബ്ബർ എസ്റ്റേറ്റുകളുണ്ട്, പറിങ്കാവുണ്ട്, പിന്നെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്, എനിക്കറിയാത്ത മരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇവിടെ വേറെ ശല്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഇരുട്ട് ഒരു ഏരിയയാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ റബ്ബറുകളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. ഒരുപാട് ഇതിലൂടെ കാണുന്നുണ്ടായിരിക്കും. ഒരു പ്രത്യേക ഒരു വൈബാണ്. എന്ന് വെച്ചാൽ ചില പയ്യന്മാരൊക്കെ ഇവിടെ വന്ന് ഇരിക്കാറൊക്കെ ഉണ്ട്.
അവർക്കൊരു പ്രത്യേക രസമൊക്കെ തോന്നും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടൽ കാണാം, കായൽ കാണാം, എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റുന്നൊരു ഏരിയയാണ് കേട്ടോ. നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക, ഇവിടെ വരാനൊന്ന് ശ്രമിക്കുക. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ വീട്ടിൽ കാത്തിരിക്കാനായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് കേട്ടോ. എന്നെ ഭയങ്കര ഇഷ്ടമാണ് അവന്. ഞാൻ ഇല്ലെങ്കിൽ അവന് ഭയങ്കര വിഷമമാണ്. അപ്പം ഞാൻ എവിടെ പോയാലും പെട്ടെന്ന് തന്നെ വീട്ടിൽ വരും. എന്ന് വെച്ചാൽ എനിക്ക് അവനെ കാണാതിരിക്കാനോ അവന് എന്നെ കാണാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് 2 ഹോൺ അടിച്ചു. എൻ്റെ ആ കൂട്ടുകാരനെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. ഞാൻ എവിടെ പോയാലും അവന് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. അവൻ പെട്ടെന്ന് വന്നു. നമ്മൾ ഗേറ്റ് തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ റിമോട്ട് കൺട്രോളൊക്കെ വെച്ചിട്ടുണ്ട്. ഗേറ്റിൻ്റെ അടിയിൽ കൂടെയാണ് അവൻ വരുന്നത്.